Sum of 10 consecutive odd number is 500. What is the sum of next 10 consecutive odd numbers? What is the sum of next 10 consecutive odd numbers? Consecutive short ആയിട്ട് എഴുതിയത്. ഈ ചോദ്യം ഒന്ന് വായിച്ചേ മുഹമ്മദ് റസ്താൻ. Sum of 10 consecutive odd numbers is 500. What is the sum of next 10 consecutive odd numbers? അതിന്റെ മലയാളം എഴുതി വെച്ചോളൂ. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക. 10 ഒറ്റ സംഖ്യകളുടെ തുക 500. തുടർന്നു വരുന്ന 10 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക 500 ആണ്. എന്നാൽ തുടർന്ന് വരുന്ന 10 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഒന്ന് ഇംഗ്ലീഷ് വായിച്ചേ. ദിൽഫ ഒന്ന് വായിച്ചേ ഇംഗ്ലീഷ്. Sum of 10 consecutive odd number is 500. What is the sum of next 2 consecutive odd numbers? നെക്സ്റ്റ് 10 ആണ്. നെക്സ്റ്റ് 10 അല്ലേ? What is the sum of? Yes. What is the sum of? Next 10 consecutive odd number. മലയാളം തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക 500 ആണ്. തുടർന്ന് വരുന്ന 10 ഒറ്റ സംഖ്യയുടെ തുക എത്ര? ഒന്നുകൂടി. തുടർച്ചയായ ഒറ്റ സംഖ്യ. തുടർച്ചയായ എത്ര? തുടർച്ചയായ സംഖ്യയുടെ തുക. ഇവിടെ നോക്കൂ. തുടർച്ചയായ എത്ര? 10. അതെന്താ പറയാത്തത്? തുടർച്ചയായ 10 ഒറ്റ സംഖ്യയുടെ. അതെന്താ പറയാത്തത്? തുടർച്ചയായ ഒറ്റ സംഖ്യ നമ്മൾ പറഞ്ഞത്. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക 500. തുടർന്ന് വരുന്ന 10 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇത് 5നും 6നും 7നും 8നും പറ്റുന്ന ചോദ്യമാണ്. സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഇത്തരം ചോദ്യങ്ങൾ. എന്താണ് ഈ ഒറ്റ സംഖ്യകളുടെ സമ്മിന്റെ പ്രത്യേകത? നിങ്ങൾ തിരിച്ചറിയണം. ശരി, ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പേര് പറയാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് ഒന്നിച്ച് പറഞ്ഞോളൂ. ഞാൻ വിശദീകരിക്കാം. അറിയില്ല. ഓക്കെ. മുഹമ്മദ് റസ്ദാൻ അറിയാമോ? എങ്ങനെയാ കിട്ടുക അറിയില്ല. ശരി, 700 ആണ് ആൻസർ. അത് ശരിയാണ്. ഇതിന്റെ ആൻസർ 700 ആണ്. ഈ 500ന്റെ കൂടെ എത്ര കൂട്ടിയിട്ടാണ് 700 കിട്ടുന്നതെന്ന് റസ്താൻ അറിയാമോ? കേട്ടില്ല. ഒച്ചത്ത് പറയൂ. 200. 500ന്റെ കൂടെ 200 കൂട്ടിയിട്ടാണ്. അപ്പൊ ഈ 500 ഇവിടെ ഉണ്ട്. 200 വന്നത് എങ്ങനെയാന്ന് നോക്കിക്കോളെ. എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? 10. ആ 10നെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. 10ന്റെ സ്ക്വയർ 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100 ആണ്. ആ 100ന്റെ ഇരട്ടി എത്രയാണ്? 200. അപ്പോൾ ഈ 500ന്റെ കൂടെ 200 കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി മുഹമ്മദ് റസ്താൻ പറയൂ, എങ്ങനെയാണ് 200 കിട്ടിയതെന്ന്? നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യം sum of 10
10 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്. അതായത് തുടർച്ചയായ 10 ഒറ്റസംഖ്യകളുടെ തുകയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10 ഒറ്റസംഖ്യകളുടെ തുക ആയിരുന്നാൽ 10ന്റെ വർഗം എടുത്ത് 10ന്റെ സ്ക്വയർ എടുത്ത് അത് 100 ആയിട്ട് അതിനെ നമുക്ക് ഇരട്ടിയാക്കാം. അപ്പോൾ നമുക്ക് 200 കിട്ടും. ആ 200 നമുക്ക് ആദ്യം കിട്ടിയ 500ന്റെ കൂടെ ചേർത്ത് ആൻസർ കിട്ടും. അപ്പോ ആൻസർ 700 ആണെന്ന് അറിയാമെന്നും 200 എങ്ങനെ വന്നു എന്നറിയില്ലാമെന്നും മുഹമ്മദ് റസ്താൻ പറഞ്ഞല്ലോ. ഓ ഇല്ലേ, അതെന്തുകൊണ്ടാണ്? അപ്പൊ എവിടുന്നോ ഈ ചോദ്യം മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അപരിചിതമാണെങ്കിൽ, പരിചയമില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഇത്രമാത്രം. വെറുതെ ഒരു 10 എടുക്കണ്ട, ഒരു 5 ഒറ്റ സംഖ്യ വെറുതെ, അത് 3 മുതൽ തുടങ്ങിക്കോട്ടെ, 1 മുതൽ തുടങ്ങുന്ന നിർബന്ധമില്ല. 3 + 5 + 7 + 9 + 11 വെറുതെ 5 കൂട്ടി നോക്കുക, അല്ലെങ്കിൽ 3 മതി, നിങ്ങളുടെ സൗകര്യം. ഇനി ഇത് 5 കൂട്ടിയാൽ ഇത് എത്രയാണ്? ശരിക്കും നോക്കി പറയണേ, വിളിച്ച് പറയുമ്പോ ശ്രദ്ധിക്കണം. എത്ര? 35 ആണ്. അത് കറക്റ്റ്. 25 അല്ല 35 ആണ്. അപ്പോൾ 5 3 8 7 15, ഇത് രണ്ടും കൂടി കൂട്ടി 20, 20 5 35. ഞാൻ നിങ്ങളോട് പറയുന്നു, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ തുക 35 ആയാൽ തുടർന്ന് വരുന്ന എന്ന് പറഞ്ഞാൽ 11 കഴിഞ്ഞാൽ അടുത്തത് 13 ആണ്. തുടർന്ന് വരുന്ന 5 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്ന് ഞാൻ പറഞ്ഞാൽ അത് 13 മുതൽ 21 വരെയാണ്. ഇത് നിങ്ങൾക്ക് ഇത് കൂട്ടി നോക്കാതെ പറയാൻ പറ്റും. കാരണം ഇവിടെ 5 ഉള്ളതെങ്കിൽ 5ന്റെ സ്ക്വയർ, 5നെ 5 കൊണ്ട് ഗുണിക്കുന്നു, എത്ര? നേരത്തെ 10നെ 10 കൊണ്ട് ഗുണിച്ചു, 100 കിട്ടി. ഇവിടെ 5നെ 5 ആയതുകൊണ്ട് 5നെ 5 കൊണ്ട് ഗുണിച്ചു, എത്ര കിട്ടി? 25. അതിന്റെ ഇരട്ടി കണ്ടു. ഇരട്ടി കാണാൻ 2 കൊണ്ട് ഗുണിക്കലാണ്. 25ന്റെ ഇരട്ടി എത്രയാണ്? 50. അപ്പോൾ നിങ്ങൾ ഈ 35ന്റെ കൂടെ 50 കൂട്ടിയാൽ മതി. ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. 35ഉം 50 കൂടി കൂട്ടിയാൽ എത്രയാണ് നിങ്ങൾക്ക് അറിയാലോ? 85. ഇത് കൂട്ടിയാൽ 85 കിട്ടിയാൽ നമ്മുടെ കാര്യം ഓക്കെയാണ്. 9 1 10, 17, 5 22, 3 25. ഓക്കെ. റിമൈൻഡർ 2. 2 1 3 4 5 6 2 8. ഓക്കെ ആണോ? ഓക്കെ ആണോ? എങ്കിലൊരു ലൈക്ക് തരട്ടെ, എങ്കിലൊരു ലൈക്ക് വരട്ടെ. അങ്ങനെയല്ല ആ ഒരു കാര്യം ഓക്കെ ആയാലും. ഓക്കെ. ഇനി നമുക്ക് വേറെ എന്തെടുക്കാം. 5 + 7 + 9, ഇത് 3 എടുത്തു. ഇത് എത്രയാണ്? 21. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 21 ആണെങ്കിൽ തുടർന്ന് വരുന്ന 3 ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്ന് ഇത് കൂട്ടാതെ പറയൂ. ഇത് കൂട്ടാതെ പറയൂ. 3ന്റെ സ്ക്വയർ 9ന്റെ ഇരട്ടി 18. ഇതിന്റെ കൂടെ 18 കൂട്ടിയാൽ 39 കിട്ടും. അപ്പോൾ ഇത് കൂട്ടിയാലും 39 തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ മുഹമ്മദ് റസ്താൻ ഇതൊന്ന് ഷോർട്ട് ആക്കിയിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ. ഇത്തരം ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നാല് അതിൽ എത്ര കോൺസിക്യൂട്ടീവ് നമ്പർ ആണ് പറയുന്നത് എന്ന്
നമ്മൾ നോക്കാം. എന്നിട്ട് ആ നമ്പറിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ ഡബിൾ ആക്കിയിട്ട് നമുക്ക് ആദ്യം തന്നതിന്റെ സമ്മിനോട് നമ്മൾ കൂട്ടാം. അപ്പൊ നമുക്ക് ആൻസർ ലഭിക്കും. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഇവയുടെ സമ്മിനൊക്കെ പല പ്രത്യേകതകളുണ്ട്. ഈ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് തന്നെ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സ്ക്വയർ നമ്പർ ആയിരിക്കും. അത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. 1 is equal to 1. 1 plus 3 is equal to, ഇവിടെ 2 ഓഡ് നമ്പേഴ്സ് ആണ്, 2 സ്ക്വയർ 4 ആയിരിക്കും. 1 plus 3 plus 5, there are 3 odd numbers including 3 odd numbers including 1. If the odd number is starting from 1, here there are 3 odd numbers, 3 square, that is 9. Sum of odd numbers starting from 1 will get a square number. 1 plus 3 plus 5 plus 7, here 4 odd numbers, that is 4 square, 16. അപ്പം 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഡ് നമ്പേഴ്സിന്റെ സം എപ്പോഴും സ്ക്വയർ നമ്പർ ആയിരിക്കും. വാട്ട് ഈസ് എ സ്ക്വയർ നമ്പർ? ഒരു സംഖ്യയെ, ഒരു നാച്ചുറൽ നമ്പറിനെ അതേ നാച്ചുറൽ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നു. 1 into 1, 2 into 2, 3 into 3, എങ്ങനെ കിട്ടും? അപ്പം എപ്പോഴും ഇതും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യം വരുന്നത്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതാർക്കെങ്കിലും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ പറയണം. കാരണം 5th സ്റ്റാൻഡേർഡിലെ ലെവലിൽ വെച്ചുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതിന് സ്കോളർഷിപ്പിനൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. അതിലേതെങ്കിലും കുട്ടികൾക്ക് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ പറയാം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണോ മുഹമ്മദ് റസ്താൻ? ചോദ്യം ടൈപ്പ് ചെയ്യട്ടെ. Which is the smallest which is the smallest 4-digit number? തീർന്നില്ല. 4-digit number അത് നിങ്ങൾക്കറിയാം, പക്ഷെ അതല്ല ചോദ്യം. That can be written as sum of 3 consecutive natural numbers. Sum of 3 consecutive. ചോദ്യം ഒന്ന് വായിച്ചേ മുഹമ്മദ് റസ്താൻ. Which is the smallest 4-digit number that can be written as the sum of 3 consecutive natural numbers? ഓക്കെ, ഇതിന്റെ മലയാളം വേണോ? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. അതിന് മലയാളം എന്ന് വായിച്ചേ. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? ഏതാ നിങ്ങൾ പറ. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് എഴുതാൻ കഴിയണം. അങ്ങനെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 അല്ല. 1000 എങ്ങനെയാണ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് എഴുതാൻ പറ്റുക? 1000 ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ 1000 നിങ്ങൾക്ക് എങ്ങനെയാണ് തുടർച്ചയായ സംഖ്യയുടെ തുകയായിട്ട് എഴുതാൻ പറ്റുക? പറ്റില്ലല്ലോ. 1002 അത് കറക്റ്റാണ്. 1002 പറഞ്ഞ കുട്ടിക്ക് ഒരു ലൈക്ക് കൊടുക്കണേ നിങ്ങൾ. 1002. ഈ 1002 കിട്ടാൻ ഏതെല്ലാം തുടർച്ചയായ സംഖ്യകളാണ് കൂട്ടിയത്? പറഞ്ഞ കുട്ടി എന്ന് പറയൂ, ഏതെല്ലാം സംഖ്യകളാണ് കൂട്ടിയത്?
ഏതെല്ലാം 3 സംഖ്യകൾ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് 1002 കിട്ടിയത്? അത് 333, 334, 335. കറക്റ്റ് ആണ്. 333. ഒന്ന് 333 ആണ്. അതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് 334. അടുത്തതാണ് 335. ഈ 1002 നേരത്തെ പറഞ്ഞ കുട്ടി എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? 1002 എത്തിയത്? ആയിരമാണല്ലോ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. 1000 ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9999 ആണ്. പക്ഷേ തുടർച്ചയായ 3 സംഖ്യയുടെ തുകയായിട്ട് എഴുതാൻ പറ്റുമ്പോൾ 333 എങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ കയറി വന്നത്? എങ്ങനെ? 999 എടുക്കാനുള്ള കാരണം എന്താ? ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് അല്ലേ? അതിനോട് 3 കൂട്ടിയിട്ടാണ് കിട്ടിയത്. അതാണ് അതിന്റെ എളുപ്പമാർഗം. ശരി, ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ മുഹമ്മദ് അസ്താൻ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് 999, അതായത് 9999. അപ്പോ അതൊരു 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ തുകയായി വരണമെങ്കിൽ അതിലേക്ക് നമ്മൾ 3 ആഡ് ചെയ്യണം. 4 ഡിജിറ്റ് നമ്പർ ആവണമെങ്കിൽ. അപ്പം 999ലേക്ക് 3 ആഡ് ചെയ്താൽ നമുക്ക് 1002 കിട്ടും. അതായത് 1002 നമുക്ക് ആൻസർ. നമുക്ക് തുടർച്ചയായിട്ട് 333, 334, 335 ഇങ്ങനെ എഴുതാൻ പറ്റും. എഴുതി കൂട്ടിയാൽ നമുക്ക് 1002 ആണ് കിട്ടുക. അപ്പോൾ smallest 4-digit number that can be written as the sum of 3 consecutive natural number is 1002. 1002. പറയൂ സർ. ഇതേ ക്വസ്റ്റ്യന്റെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഓക്കെ. ഇത് 4-digit നമ്പറിനെ ഉദ്ദേശിച്ചാണോ അല്ലെങ്കിൽ പിന്നെ 3-digit നമ്പർ ഉദ്ദേശിച്ചാണോ? എങ്ങനെയാ വേണ്ടത്? അതങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. അതായത് ഒരു മിനിറ്റ്, എന്താ മോളെ പേരെന്താ? സർ ധ്യാന. ധ്യാന എന്നുണ്ടല്ലേ? എന്താ മിണ്ടാണ്ടിരിക്കാന്നില്ലേ? ശരി, നമ്മുടെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ? 900. ഈ 919 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെന്തുകൊണ്ടാ? നമുക്കറിയാം 9 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ ഇതാണല്ലോ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. നമ്മളോട് ചോദിച്ച ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ അല്ലേ? ആ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയിൽ നമുക്ക് 1002 ആണ് തുടർച്ചയായിട്ട് വരുന്നതെങ്കിൽ 9, 10, 11, 12 അങ്ങനെ 3 എണ്ണം വരുന്നില്ലേ? 3 എണ്ണം ഇതിന്റെ കൂടെ കൂട്ടി എത്രയാ? ഇതിന്റെ കൂടെ 3 ആഡ് ചെയ്താൽ എത്രയാ? 1002. ഇല്ലെങ്കിൽ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 അല്ലേ? 1000 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറഞ്ഞാൽ മതി. 1000 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടും? ദശാംശമൊക്കെ വന്നോട്ടെ. നിങ്ങൾ ആ ദശാംശം ഇല്ലാണ്ടെന്ന് പറയും. ഡെസിമൽ ഇല്ലാണ്ട് പറഞ്ഞോളൂ. 333. 333നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 999. അപ്പൊ 333 എന്ന സംഗതി ഇവിടെ വന്നില്ലേ ധ്യാന? പിന്നെ അടുത്ത 334 വന്നില്ലേ? പിന്നെ 335 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1002 കിട്ടില്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? ഇനി വേറെ എക്സാമ്പിൾ വേണ്ടയില്ലല്ലോ? ഇതില് 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഉണ്ട്, നിഹാർ. നിഹാറിന് ഈ കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? ശരിക്ക് 5ലെയും 6ലെയും കാര്യങ്ങളാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ 5ലേക്ക് ആദ്യം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 5ലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് വരുന്ന നമ്പർ വേൾഡ് ആണ്. എന്ന് പറഞ്ഞാൽ സംഖ്യകൾ വായിക്കാൻ അറിയുന്ന കുട്ടികൾ. ഞാനൊരു സംഖ്യ ബോർഡിൽ എഴുതും.
5ാം ക്ലാസ്സിലെ ആ കുട്ടി നിഹാർ ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ ആണോ? 5ാം ക്ലാസ്സിൽ നിഹാർ ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കൂ. റെഡിയാണോ നിഹാർ? ഓക്കെ. ഇതെത്രയാണ്? 21. നിഹാർ തന്നെയാണ് വായിക്കേണ്ടത്. 5ാം ക്ലാസ്സിലെ കുട്ടികളുള്ള ചോദ്യമാണ്. ഇതെത്രയാണ്? 421. ഇപ്പോൾ എത്രയാണ്? 5421. ഇപ്പോഴെത്രയാണ്? 65,421. ഇപ്പോഴെത്രയാണ്? 8,65,421. ഇപ്പോഴോ? 98,65,421. ഇപ്പോഴോ? 2,98,65,421. ഇപ്പോഴോ? 2,98,65,421. ഇപ്പോഴോ? നമുക്ക് 5ാം ക്ലാസ്സുകാരനാണെന്നാണ് ഇപ്പം മറുപടി പറഞ്ഞത്. ഇനി നമുക്ക് മുതിർന്ന ക്ലാസ്സിലേക്ക് പോകാം. ആർക്കെങ്കിലും ഇത് വായിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഇതെത്രയാണെന്ന് സംഖ്യ എത്രയാണെന്ന് വായിക്കാൻ പറ്റുമോ? ഏത് ക്ലാസ്സിലെ കുട്ടിക്ക് പങ്കെടുക്കാം? മുഹമ്മദ് നിഹാർ. എങ്ങനെയാണ്? ധ്യാന 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് നിങ്ങൾ കയ്യടി കൊടുക്കാം. കാരണം 5ാം ക്ലാസ്സിൽ അത്രയും ഇതിൽ വായിക്കേണ്ടതില്ല, അത് വേറെ കാര്യം. പക്ഷെ അത് എന്നിട്ട് പോലും അവൻ ഈ ഇവിടം വരെ ഒപ്പിച്ചിട്ട് വായിച്ചു. ഞാനിപ്പോ ചോദിക്കുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികളോടാണ്. നിങ്ങൾ ഇത് എത്രയാണ് വായിക്കുക? ശരി. ഇവിടെ ഒരു സംഖ്യയെ നിങ്ങൾ വായിക്കണമെങ്കിൽ 1 2 3 4 5 6 നിങ്ങൾ ആദ്യം മനസ്സിൽ 3 കട്ട് ചെയ്ത് മാറ്റുക. 456 കിട്ടും. പിന്നെ 2 വെച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതിപ്പോ എത്ര വായിക്കുക? ധ്യാന 1,23,456. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതൊരു വലിയ സംഖ്യ കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ മൊബൈൽ ഫോണിന്റെ ഡിജിറ്റ്സ് വന്നത് കൊണ്ടാണ് പല കുട്ടികളും ചെറിയ സംഖ്യകൾ പോലും ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ പെറുക്കി പെറുക്കി വായിക്കുന്നത്. ആ രീതി ശരിയല്ല. ഒരു 7 ഡിജിറ്റ്സ് വരെയുള്ള നമ്പർ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അക്ഷരത്തിൽ വായിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യം മനസ്സിൽ ഇത് 3 കട്ട് ചെയ്ത് മാറ്റും. ഇതെത്രയാണ്? ഒരാൾ മുന്നോട്ട് വരട്ടെ, ഒരാൾ വായിക്കും. 421. പിന്നെ 2 കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പോഴെത്രയാണ്? വീണ്ടും 2 കട്ട് ചെയ്തു. ഇപ്പോൾ എത്രയാണ്? 98,65,421. ഇനി ഇവിടെയുള്ള വായന എങ്ങനെയൊക്കെ ആകാം. നിങ്ങൾക്ക് 2 കട്ട് ചെയ്യാൻ 3 കൂട്ടി വായിക്കാം. അപ്പം ഒരു സംഖ്യയെ നിങ്ങൾ വായിക്കുമ്പോൾ അത് എത്ര വലിയ സംഖ്യയായാലും 3, 2 എന്നീ ക്രമത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വായിക്കാൻ ശ്രമിക്കുക. കഴിയുന്നത് ഈ മൊബൈൽ നമ്പർ പറയുന്ന രീതിയിൽ പറയാതെ ചെറിയ സംഖ്യകളായാലും വലിയ സംഖ്യകളായാലും പരമാവധി വായിച്ച് ശീലിക്കേണ്ടതാണ്. ശരി, ഇനി നമുക്ക്
ഒരു 5 ചോദ്യം തരികയാണ്. ആ 5 ചോദ്യം വയ്ക്ക് നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ കിട്ടിയിട്ടില്ല എന്നിപ്പോൾ അറിയാം. അടുത്ത ആഴ്ച മുതൽ നമുക്ക് ബോർഡിൻ്റെ ക്ലിയറൊക്കെ ഇനി കൂടാൻ പോവുകയാണ്. ടാബ് വെച്ചിട്ട് ക്യാമറ വെച്ചിട്ടൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വരിക. അതിൻ്റെ ഏർപ്പാടൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ആ 5-10 ചോദ്യത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരാൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നന്നായിരുന്നു. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ്, ഒന്ന് ധ്യാനം ഒന്ന് വായിക്കണേ. What is the sum of the factors of 28 except 28? നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ മാത്രം ഉത്തരം എഴുതിയാൽ മതി, പേടിക്കൊന്നും വേണ്ട. ഇതിന്റെ മലയാളം എന്താണ് ധ്യാനം? 28 ഒഴികെ 28ന്റെ ഘടകങ്ങളുടെ തുകയാണ്. മുഹമ്മദ് റസ്താൻ ഏത് സ്കൂളാ? സെന്റ് ജോസഫ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഞാൻ ആ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കൂ, മലയാളം മുഹമ്മദ് റസ്താൻ വായിക്കും. What is the sum of the factors of 28 except 28? മുഹമ്മദ് റസ്താൻ അതിന്റെ മലയാളം. 28 ഒഴികെ 28ന്റെ ഘടകങ്ങളുടെ തുക എത്ര? നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കളർ മാറ്റി എഴുതുകയാണ് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? എന്താണ് മുഹമ്മദ് റസ്താനിന്റെ മലയാളം? താഴെ തന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? ഉത്തരം അറിയാവുന്നെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഞാൻ 4 ഓപ്ഷൻ തരാം, നിങ്ങൾക്ക് അത് വിശദീകരിക്കേണ്ടിട്ടാണ് ചോദ്യം ഞാൻ തരുന്നത്. 27, 57, 77, 97. നമ്പർ 3, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നൂറിൽ താഴെ എത്ര ഭാജ്യ സംഖ്യകൾ ഉണ്ട്? ഇതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയാം ആർക്കെങ്കിലും? How many composite numbers there are? How many composite numbers are there? How many composite numbers are there below 100? 100. Below 100. Okay. ഇനി നമുക്ക് നാലാമത്തെ ഒരു ചോദ്യം നോക്കാം. ഒന്നും കൂടെ പറയാമോ? എത്രാമത്തെ? തേർഡ് ക്വസ്റ്റ്യൻ. 100ൽ താഴെ എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? 100ൽ താഴെ എത്ര ഭാജ്യ സംഖ്യകൾ ഉണ്ട്? ഹൗ മെനി കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ there below 100? ചെറിയ ചെറിയ ചതുരങ്ങളാക്കി ഞാൻ മാറ്റുന്നത് കണ്ടെങ്കിൽ 1 2 3 4 5 1 2 3 4 5 വേണം ഒന്നുകൂടി കൊടുക്കാം. എന്തിനാ കുറയ്ക്കുന്നത്? 1 2 3 4 5 6. ചോദ്യം ഇതാണ്, ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? ചതുരങ്ങൾ എത്ര? എന്താണ് ചതുരത്തിന്റെ ഇംഗ്ലീഷ്? സ്ക്വയർ അല്ല, റെക്ടാങ്കിൾസ്.
റെക്റ്റാങ്കിൾസ് എത്രയാണ്? ഒരു ചോദ്യം തരികയാണ്. 5 ചോദ്യം ഇപ്പം തന്നെ 5 ഇപ്പം വിശദീകരിക്കും. ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ടോ? 1 2 3 4 5 6 ചതുരം കാണുന്നുണ്ടോ? ഉണ്ടാ? ഇതിൽ മൊത്തം എത്ര ചതുരമുണ്ട്? 6 അല്ല എന്തായാലും. ഇതിൽ മൊത്തം എത്ര ചതുരമുണ്ട് എന്നാണ്. ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ 72? 72-ന് എത്ര ഘടകങ്ങൾ ഉണ്ട്? ധ്യാനായി 5 ചോദ്യം ഒന്ന് വായിച്ച നമ്മള്. What is the sum of the factors of 28 except 28? Which of the following is a prime number? Options are 27, 57, 77, 97. How many composite number are there below 100? Fourth question. How many rectangles are there in the figure? Fifth question. How many factors are there in 72? ഓക്കെ, ഈ 5 ചോദ്യത്തിനും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റേ വേണ്ടൂ. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഞാൻ തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി കഴിഞ്ഞവർ മാത്രം ആൻസർ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുക. What is the sum of the factors of 28 except 28? എക്സെപ്റ്റ് 28. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. 28 ഈസ് ദ ആൻസർ. ഞാൻ ആദ്യം ആൻസർ ഒക്കെ പറയാൻ പോയാണ്. 28 തന്നെയാണ് അതിന്റെ ആൻസർ. ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടായിരുന്നു. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ആ, രണ്ടാമത്തെ ചോദ്യം എത്ര എന്താണ്? ആ, പെർഫെക്റ്റ് നമ്പർ അല്ലേ? അതെ, പറയാം. അതിനെ പറ്റിയാണ് ഇത് പറയാൻ കൊണ്ടത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം വായിക്കൂ. രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെ? ധ്യാന അതിന്റെ അടുത്ത് പോയോ? ധ്യാന പോയി തോന്നുന്നു അല്ലേ? ശരി. ആ, 27, 57, 77, 97. എന്നാ പറയൂ. 97 ഈസ് ദ റൈറ്റ് ആൻസർ. ആർക്കെ കിട്ടിയിട്ടുണ്ടോ? ആ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഏതാണ്? നൂറിൽ താഴോട്ടുള്ള ഭാജ്യസംഖ്യകൾ എത്ര? അത് നിങ്ങൾ മിക്കവാറും തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. ഹൗ മെനി കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ ദെയർ ബിലോ 100 എന്നതിന്റെ ഉത്തരം നിങ്ങൾ എത്രയാണ് എഴുതിയത്? 73 ആണ് റൈറ്റ് ആൻസർ. ചില കുട്ടികൾ അത് 73 ആണ്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കൂ. 73 ആണ് റൈറ്റ് ആൻസർ. പക്ഷെ ചില കുട്ടികൾ 74 എഴുതി പോയിട്ടുണ്ടാകാം. അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആ 74 നിങ്ങൾ എഴുതാൻ പാടില്ല. കാരണം നിങ്ങളോട് ചോദിച്ചത് ബിലോ 100 ആണ്. നിങ്ങളോട് ബിലോ 100 ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് 100 അവിടെ പെടുത്തുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 10-ൽ താഴെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 10-ൽ താഴെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2, 4, 6, 8 4 ഉള്ളൂ. 10 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് 5 അപ്പൊ 10 വരെ എന്ന് വെച്ചാൽ 10 വരും, 10 ഉൾപ്പെടും. 10-ൽ താഴെ എന്ന് ചോദിച്ചാൽ 10 പെടില്ല. അപ്പൊ നിങ്ങളോട് അങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. കാരണം there are 25 prime numbers from 1 to 100 and 74 composite numbers from 1 to 100. അതിലെ 1 എന്നത് എവിടെയും പെടില്ല. ബിക്കോസ് 1 has only one factor. 2 ഘടകങ്ങളെങ്കിലും ഉണ്ടെങ്കിലാണ് പ്രൈം നമ്പർ ആവൂ. 2-ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് കോമ്പോസിറ്റ് നമ്പർ ആവൂ, ഭാജ്യസംഖ്യ ആവൂ. 1-ന് ഒരേ ഒരു ഘടകം മാത്രം ആയതുകൊണ്ട് 1 is neither
composite nor prime. One is neither composite or neither composite or prime. അപ്പോൾ ഇതിലൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് 74 പോയത്. അത് 1 to 100 വരെയാണ്. പക്ഷേ നിങ്ങളോട് ചോദിച്ചത് 100ന്റെ ചുവടെയാണ്. അപ്പോൾ നിങ്ങൾ 73 എഴുതാൻ പാടുള്ളൂ. ശരി, നാലാമത്തെ ചോദ്യം പറയൂ. How many triangles are there in figure? അതിനെ കണ്ടുപിടിക്കാനുള്ള മാർഗം ഇവിടെ 1 2 3 ആണെങ്കിൽ 1 + 2 + 3 ആണ് ആഡ് ചെയ്യുന്നത്. 1 + 2 + 3 that is 6. ഇവിടെ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ എണ്ണം 6 എണ്ണം കിട്ടും. കാരണം 1 2 3 ചെറുത് 3 എണ്ണം, 1ഉം 2ഉം ചേർന്നാൽ ഒരു റെക്ടാംഗിൾ ആയി. റെക്ടാംഗിൾ 1 2 3 റെക്ടാംഗിൾസ്, അത് 3 എണ്ണം. ഇനി വേറെ 1 and 2 ചേർന്നാൽ ഒരു റെക്ടാംഗിൾ, അത് ആയി. പിന്നെയോ 2ഉം 3ഉം ചേർന്നാൽ ഒരെണ്ണം. അപ്പം 3 2 5 അല്ലേ ആയുള്ളൂ. ബാക്കിയുള്ളത് എവിടെ? ഒന്നെവിടെ? ഈ വലിയ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 3ഉം ചേർന്ന ഈ വലുതും. അങ്ങനെയാണ് നിങ്ങൾക്ക് 6 കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കുറച്ചുകൂടി നീട്ടി തന്നിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് 1 + 2 + 3 + 4 + 5 + 6 ആണ്. അത് എത്രയാണ്? 20. അപ്പൊ നമ്മുടെ നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 21 ആണ്. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ശരി. അടുത്ത ക്വസ്റ്റ്യൻ പറയൂ. How many factors in 72 എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാതെ കണ്ടുപിടിക്കാം. 72 എന്ന സംഖ്യ ലഭിക്കാൻ നിങ്ങൾ 1നെ 72 കൊണ്ട് ഗുണിക്കുമ്പോൾ 1ഉം 72ഉം ഒരു സംഖ്യയിൽ എപ്പോഴും 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായി വരും. 1 is a factor of each and every number. A number has its own factor. 72ന്റെ ഫാക്ടർ തന്നെയാണ് 72. So 1 into 72 is 72. അത് രണ്ട് ഫാക്ടേഴ്സ് ആണ്. 2നെ 72ന്റെ പകുതിയായ 36 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 2ഉം 36ഉം 72ന്റെ ഘടകങ്ങളാണ്. പിന്നെ നേരെ പോകുന്നു 3ലേക്ക്. 3നെ നിങ്ങൾ 24 കൊണ്ട് ഗുണിച്ചാലും നിങ്ങൾക്ക് 72 കിട്ടും. പിന്നെ നേരെ പോകുന്നു 4നെ. 2നെ 36 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 72 കിട്ടുമെങ്കിൽ 2ന്റെ ഇരട്ടിയായ 4നെ 36ന്റെ പകുതിയായ 18 കൊണ്ട് ഗുണിച്ചാൽ കിട്ടേണ്ടതാണ്. അങ്ങനെയാ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാക്കുക. 2 into 36 അത് 4 into 18 തുല്യമാണ്. 48നെ 25 കൊണ്ട് ഗുണിക്കാൻ പ്രയാസപ്പെടുമ്പോൾ 48ന്റെ പകുതിയായ 24നെ 50 കൊണ്ട് ഗുണിച്ചു നോക്കിയിട്ട് പ്രയാസമുണ്ടെങ്കിൽ 24ന്റെ പകുതിയായ 12നെ 100 കൊണ്ട് ഗുണിച്ചു നോക്കൂ. ഇതിൽ ഏറ്റവും ഗുണനം എളുപ്പം ഈ 12 into 100 ആയ 1200 ആണ്. അപ്പോൾ 48 into 25ഉം 24 into 50ഉം 12 into 100ഉം ഈക്വൽ ആണ്. വീണ്ടും വരുന്നു 12ന്റെ പകുതിയായ 6നെ 100ന്റെ ഇരട്ടിയായ 200 കൊണ്ട് ഗുണിച്ചാലും ഇതാണ്. നിങ്ങൾ ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. തീർന്നില്ല, ഇനിയും 2 ഘടകങ്ങളുടെയും വരാനെന്ന് തോന്നുന്നു. അതാരാണ്? 6 ആയിരിക്കും. 3നെ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ 6നെ ഞാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 18. അതെന്താ മോളെ പറയുന്നത്? 24ന്റെ പകുതി 18 ആണോ? 12 ആണ്. അപ്പോ ഇത്രയും ഘടകങ്ങളാണ് 72നുള്ളത്. അതൊന്ന് എണ്ണി നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. 1 2 3 4 5 6 7 8 9 10. പോരാലോ? 9 into 8 വരണം. ശരിയാണ്. അപ്പൊ 12 ഘടകങ്ങൾ. 12 ഘടകങ്ങളാണ് അഞ്ചാമത്തതിന്റെ ഉത്തരം. 72ന് 12 ഘടകങ്ങൾ.
ഇത്രയും ചോദ്യമല്ലേ ഉള്ളൂ? Yes, sir. യെസ്. ഇതിൽ 5-ൽ 5 കിട്ടിയ കുട്ടികളുടെ പേര് പറ. മുഹമ്മദ് റസ്താൻ. ആ, പിന്നെ ധ്യാന. ധ്യാന, പിന്നെ ധ്യാന. ആ, ധ്യാനക്കും കിട്ടി. പിന്നെ ഇനി ആർക്കും കിട്ടിയിട്ടുണ്ടോ? ഇനി കിട്ടാത്ത കുട്ടികളോട് ചോദിക്കുന്നു, ഇതിലേത് ചോദ്യമാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കേണ്ടത്? സാറേ, ഒന്നാമത്തെ ചോദ്യം ഒന്നും കൂടി വിശദീകരിച്ചിരുന്നു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മോളെ തന്നെ വായിക്കി. Sir, what is the sum of the factors of 28 except 22? ആ 28നും അല്ലുള്ള പ്രത്യേകത വെക്കോ. അതേപോലെ 28നോടുള്ള ഒരു ഇതുണ്ട്. എനിക്ക് 6നെയും 28നെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ 6ന്റെ ഘടകങ്ങളൊന്ന് നോക്കൂ. 1 നേരത്തെ പറഞ്ഞ പോലെ 1 × 6 6 2 ഘടകം കിട്ടി. 2 പിന്നെ 6ന്റെ പകുതിയായ 3 1 ഇരട്ടിയായി 6 പകുതിയായി. 1 6 6 2 ഘടകങ്ങൾ 2 3 6 അപ്പോൾ 6ന് 4 ഘടകങ്ങളായി. ഈ 1 2 3 കൂടി ചേർന്ന് നിന്നിട്ട് 6നെ പുറത്താക്കി. അപ്പോൾ 1 + 2 + 3 6 ആണ്. അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കൂട്ടിയാൽ ആ സംഖ്യ തന്നെ ലഭിക്കുന്നു. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ സംഖ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഘടകങ്ങൾ കൂട്ടിയാൽ അത് തന്നെ കിട്ടുന്നു. 28ന്റെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കിക്കോളെ. 1 ഞാനത് ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പോവുകയാണ്. 1 2 4 7 14 28. ഈ 28ന്റെ ഘടകങ്ങൾ ഒരു 28 28, 2 × 14 28, 4 × 7 28. 28നെ പുറത്താക്കി. ഇവരെല്ലാം കൂടി ചേർന്ന് നിന്നു. What is the sum of the factors of 28 except 28? കൂട്ടി നോക്കൂ നിങ്ങൾ. 14 7 21 4 25 2 27 1 28 കിട്ടുന്നത്. ഈ കാറ്റഗറിയിൽ വരുന്ന നമ്പേഴ്സിന്റെ പേരാണ് പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ ഇതാണ് എഴുതി വെച്ച പെർഫെക്റ്റ് നമ്പർ. ഇത് മലയാളം അനഘസംഖ്യ എന്നാണ്. അനഘസംഖ്യയിൽ അടുത്ത സംഖ്യയാണ് 496. നാലാമത്തെ സംഖ്യയാണ് 8128. അനഘസംഖ്യയുടെ പ്രത്യേകത അത് 6ലും 8ലും മാത്രമേ വന്ന് നിൽക്കുകയുള്ളൂ. 6ലും 8ലും അവസാനിക്കും. അവസാനിക്കുന്നതെല്ലാം അനഘസംഖ്യ എന്ന് ഞാൻ പറയുന്നില്ല. അതേ സമയത്ത് 6 8 6 28 496 8128. ഒരു പക്ഷേ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 496 എക്സെപ്റ്റ് 496? എന്താ മറുപടി? 496 തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ടഫായ ചോദ്യം ഉണ്ടായിരുന്നോ അതിന്? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഏതെങ്കിലും ചോദ്യം നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന പേരൻസിനും ഇടപെടാം. കാരണം നിങ്ങളാണ് അവർക്ക് ഈ വെക്കേഷൻ സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം ഒന്ന് വായിക്കൂ. മൂന്നാമത്തെ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു 2 ടേബിൾ ഇന്ന് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വരയ്ക്കണം. അതിൽ ഒരു ടേബിളില് ആ ടേബിളില് നിങ്ങൾ പ്രൈം നമ്പേഴ്സ് എഴുതണം. നല്ല വൃത്തിയിൽ എഴുതിയാൽ മതി. ശരിക്കും വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഇതൊക്കെ ഒരു 10 × 10 100 കളീസ് വെച്ചൊക്കെ ചെയ്യാം. ഞാനതൊരു സമയമില്ലാത്തതുകൊണ്ട് വേഗം എഴുതി പോവുകയാണ്. നമുക്ക് ആ 25 പ്രൈം നമ്പർ 2 ഘടകങ്ങൾ മാത്രമുള്ള 1നും 100നും ഇടയിലുള്ള 25 പ്രൈം നമ്പർ 1 by 1 ആയിട്ട് എഴുതാം. നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞാൽ മതി. 2 3
5 5 7 7 11 13 17 19 23 29 31 നിങ്ങൾക്ക് പറയാം 37 41 43 47 നിങ്ങളെന്താ നിങ്ങൾക്ക് പറയാം നിങ്ങളെടുത്ത് പോട്ടെ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ കളിയിലാക്കിയാൽ മതി. നല്ല രസമുണ്ടായി കാണാൻ. ഇങ്ങനെ പ്രൈം നമ്പറിന്റെ ടേബിള് വീട്ടിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ചോളൂ. എല്ലാം ഭംഗിയുണ്ടാകും കാണാൻ. ഇനി അടുത്തത് ഏതാ വേണ്ടത് പറ. 50 53 ഗുഡ്. 53 പിന്നെ 59 പിന്നെ 61 നെക്സ്റ്റ് 67 ഗുഡ്. നെക്സ്റ്റ് 71 ഗുഡ്. നെക്സ്റ്റ് 73 പിന്നെ 79 ഗുഡ്. ഓക്കെ 83 89 97 ഇത് 25 ഉണ്ടോ നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഈ 25 പ്രൈം നമ്പർ നിങ്ങൾ കാണാതെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്കൊക്കെ എളുപ്പമാവും. 97 is the largest 2-digit prime number. 2 is the least prime number. 2 is the only prime even number. ഇത് വെച്ചിട്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. അതവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. വീട്ടിൽ പ്രത്യേകിച്ച് എഴുതി വെക്കുക. ഇനി 2 ചോദ്യങ്ങൾ തരികയാണ്. ആ 2 ചോദ്യത്തിന്റെ ആൻസർ ഇന്നത്തെ ചോദ്യം എഴുതിയെടുത്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഹോംവർക്കാണ്. യൂട്യൂബിലെ ഈ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ കമന്റ് ചെയ്താൽ മതി. എഴുതി വെച്ചോളൂ. The sum of 3 prime numbers മലയാളം ഞാൻ പറയാം is 32. Which is the largest one? Which is the largest one? 3 അഭാജ്യ സംഖ്യകളുടെ ആരോ മൈക്ക് ഒച്ചപ്പെടുന്നുണ്ട്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. 3 അഭാജ്യ സംഖ്യകളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ആരാണത്? 3 അഭാജ്യ സംഖ്യകളുടെ തുക 32. വലുതേതാണ്? അതിൽ വലുതേതാണ്? രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഒരാളൊന്ന് വായിച്ചേ. The sum of 3 prime numbers is 32, which is the largest one. Largest one.
ഇതാ രണ്ടാമത്തെ ചോദ്യം, നല്ല രസകരമായ ചോദ്യമാണ്. A into B is equal to 28. B into C is equal to 35. എങ്കിൽ A into C എത്ര? ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കൂ ജാന. A into B equals 28. B into C equals 35. If so, what is A into C? That is A into B. Here ഒരു കണ്ടീഷൻ ഉണ്ട്. A, B, C are natural numbers greater than 1. ഒന്നിൽ കൂടുതലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1. ഇപ്പൊ ആൻസർ വേണ്ട. ഒന്നിൽ കൂടുതലുള്ള എ ബി സി എന്നിവ ഒന്നിനേക്കാൾ വലിയ എണ്ണസംഖ്യകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചേർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്നിനേക്കാൾ വലിയ എണ്ണസംഖ്യ ഇവിടെ പ്രയോഗിച്ച് നോക്കിയാൽ എ ഇൻറ്റു ബി എത്രയായിരിക്കും, എ ഇൻറ്റു സി എത്രയായിരിക്കും എന്നാണ് നിങ്ങളുള്ള ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ഈ ക്ലാസ് വരും. USS ക്ലാസ് നമ്പർ 1 എന്ന് പറഞ്ഞാണ് ഈ യൂട്യൂബിൽ കൊടുക്കുക. നേരത്തെ കൊടുത്തിരിക്കുന്ന NMMCയുടെ ക്ലാസ്സാണ്. ഇനി വരുന്നത് USS, ഈ സമയത്ത് വരുന്ന USSൻ്റെ ക്ലാസ് നമ്പർ 1. അത് നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ അതിൽ നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നേരത്തെ തന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ഇൻ 72? അതിന്റെ ആൻസർ ഒന്നും കൂടെ പറയാമോ? അതിന്റെ ആൻസറിലെ നമ്മൾ 12 പറഞ്ഞത്. അതിന് മോൾ ഇങ്ങനെ ചെയ്ത് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. 72ന്റെ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 72നെ ഫാക്ടറൈസ് ചെയ്താൽ മതി. നേരത്തെ ഞാൻ ഇങ്ങനെ കാണിച്ചൊന്നും നോക്കണ്ട. 72നെ ഫാക്ടറൈസ് എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ കൊണ്ട് ചുരുക്കണം. 72നെ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ചുരുക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ പകുതി കിട്ടും. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും. 18നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. പിന്നെ അടുത്ത പ്രൈം നമ്പറായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 കിട്ടും. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഫാക്ടേഴ്സിന്റെ കാര്യം പറയും. അതൊന്നുകൂടി എല്ലാവർക്കും വേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഹിയർ വി യൂസ്ഡ് 1, 2, 3. ഹൗ മെനി 2s ആർ there? അപ്പോൾ 2 raised to 3. 2 raised to 3 into how many 3s are here? 3 raised to 2. എന്നിട്ട് നമുക്ക് ഇതിനൊരു +1 കൊടുക്കാം. +1 +1. 3 + 1 is 4. 2 + 1 is 3. 4 into 3 12 factors. അങ്ങനെയും കിട്ടും. പക്ഷെ ചെറിയ സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഈ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 into 72, 2 into 36, 3 into 24, 4 into 18, 6 into 12, 8 into 9. അങ്ങനെ നമ്മൾ എണ്ണി നോക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഫാക്ടേഴ്സ്. ക്ലിയർ ആയോ? യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനം. ഇനി എന്തെങ്കിലും സംശയം ചോദിക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാം. ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ ആണോ? ലീവ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, വെള്ളിയാഴ്ച NMMC കുട്ടികൾക്കുള്ള മാറ്റ് എന്ന ഇതിലുള്ള ചോദ്യങ്ങളും ടോപ്പിക്കാണ് എടുക്കുക. അതിൽ USSന്റെ കുട്ടികൾ ഇപ്പോൾ തുടക്കത്തിലൊക്കെ കയറുന്നതിൽ വിരോധമില്ല. കാരണം സ്കൂൾ തുറന്നാലാണ് കൂടുതൽ കുട്ടികൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുക. എല്ലാ സ്കൂളിലെ കുട്ടികളും ചേരും. അപ്പോൾ അവസാനം പരീക്ഷയോട് അടുപ്പിച്ചൊക്കെ 500ഓളം കുട്ടികളുടെ ഗ്രൂപ്പായിട്ട് മാറും. അത് വിവിധ ബാച്ചുകളായിട്ടായിരിക്കും പിന്നീട് പരീക്ഷ അടുപ്പിച്ചുണ്ടാവുക. നോട്ടിഫിക്കേഷൻ വന്നാൽ കൂടുതൽ കുട്ടികൾ വരും. അപ്പോഴൊക്കെ ഇതൊന്നുകൂടി എടുക്കും. അപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ. അടുത്ത ക്ലാസ്സിലേക്ക് ഈ 5 മുതൽ 7 വരെ 8 വരെയുള്ള കുട്ടികളോട് പറയുന്നു, പ്രൈം നമ്പർ 25 കാണാതെ പഠിച്ചോളൂ. ഇത് USSന്റെ ക്ലാസ് നമ്പർ 1 ആണ്. അപ്പോൾ USSന്റെ കുട്ടികൾക്കുള്ള തുടക്കം അതിൽ 5, 6, 7 കുട്ടികൾക്കും
6ാം ക്ലാസ്സിൽ ന്യൂ മാത്സ് എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഓരോ നമ്പറിട്ട് ശ്രദ്ധിച്ച് വെക്കുക. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വെക്കേണ്ട കാര്യം ഫസ്റ്റ് 25 പ്രൈം നമ്പേഴ്സ്, ആദ്യത്തെ 25 അഭാജ്യ സംഖ്യകൾ, 1 to 40 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ്, 1 into 1 1, 2 into 2 4, 2 square 4, 3 square 9, 4 square 16, ഈ രീതിയിൽ 40 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിക്കുക. 1 to 12 വരെയുള്ള ക്യൂബിക് നമ്പേഴ്സ് കാണാതെ പഠിക്കുക. ഇതൊക്കെ പഠിച്ച് മൾട്ടിപ്ലിക്കേഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന പല ടോപ്പിക്സിൻ്റെ ഓപ്പറേഷൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഈ ഒഴിവ് സമയത്ത് പരമാവധി പഠിക്കുക. നോട്ട് ബുക്കിലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതി വെക്കുക. പല കുട്ടികളുടെയും സ്കൂളിലേക്ക് നേരിട്ട് വന്നേയും ക്ലാസ് തരുന്നുണ്ട്. അല്ലാത്ത കുട്ടികൾ ഓൺലൈൻ ദൂരെയുള്ള മറ്റ് ജില്ലകളിലെ കുട്ടികൾക്കെല്ലാം ഈ ക്ലാസ്സുകളൊക്കെ നോട്ടായിട്ട് എഴുതി വെക്കുക. സംശയങ്ങളൊക്കെ ഏത് സംശയമുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളൊക്കെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. 8686171729 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരോട് ക്ലാസ്സിൻ്റെ വിവരം പറയുക. അവർക്കും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് അവരുടെ രക്ഷിതാക്കളോട് വിളിക്കാൻ ആവശ്യപ്പെടുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.